ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകൾ ഉണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. ശ്രീനിവാസൻ എന്ന നടൻ ലോക സിനിമയുടെ തന്നെ ഒരു അത്ഭുതമാണ്. നടൻ ജഗദീഷ് ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. വർഷങ്ങളായി മലയാള സിനിമയിൽ തുടരുന്ന നടനാണ് ജഗദീഷ്. അദ്ദേഹം ശ്രീനിവാസനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണവുമുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ മുഴുവൻ ശ്രീനി ഒരു സ്ക്രാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വെക്കുക. അതിന്റെ മാർജിനിൽ ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പോയിന്റുകളാക്കി എഴുതി വെക്കും. അവിടെ അത്ഭുതമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. സിനിമയിൽ മൊത്തം 98 സീനുകൾ എടുക്കുന്നുണ്ടെന്ന് കരുതുക. അതിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ ശ്രീനി ആദ്യം തന്നെ എഴുതി കൊടുക്കും. അത് വേറെ ഒരു എഴുത്തുകാരനെ കൊണ്ടും പറ്റുന്നതല്ല. ശ്രീനിവാസൻ തിരക്കഥ എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത മുത്താരംകുന്ന് പിയോയുടെ രസകരമായ ഓർമ്മകൾ താരം പങ്കുവച്ചു. സിനിമയുടെ കഥ ജഗദീഷിന്റേതായിരുന്നു. പുതുചിത്രമായ രേഖാചിത്രത്തിൽ മുത്താരംകുന്ന് പിയോയുടെ പരാമർശം വന്ന പശ്ചാത്തലത്തിലാണ് സിനിമയുടെ പിന്നണി കഥകൾ ജഗദീഷ് പങ്കുവെക്കുന്നത്. ഇതിനോട് ചേർത്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്. വൺ ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വയ്ക്കുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകൾ ഉണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാന്ന് ഒരു 5 സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടും. ഇത് ഫസ്റ്റ് ഡേ 97ാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും. ഈ ജനറേറ്ററിൻ്റെ പുക കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്. അത് ലോഹിയെക്കുറിച്ചും പറയാറുണ്ട്, ശ്രീനിയെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മിക്കവാറും സിനിമകൾ ഷൂട്ടിൻ്റെ പാരലായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ട് പോകാറുള്ളത്. പക്ഷെ കഥയുടെ ഒരു ധാരണയുള്ളതുകൊണ്ട്, ഒരു വൺ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഇന്ന് ഓരോ സീനിൻ്റെ കണ്ടന്റ് നമുക്കറിയാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടുന്ന അവസാന നിമിഷത്തിലായിരിക്കും. പക്ഷെ അതങ്ങ് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ശീലമായി. ആ ഒരു പ്രഷറിൽ നിന്നുകൊണ്ടാണ് എല്ലാ സിനിമകളും അക്കാലത്ത് ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഭരതം ചെയ്തതും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത കഥയേ ഇല്ല, പാട്ടുകളൊക്കെ അപ്പം വരിക, അങ്ങനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് ഇവിടെ ആലോചിക്കണം. ഞാനങ്ങനെ 7 പടങ്ങളിൽ അസോസിയേറ്റും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ശേഷം ആദ്യ സിനിമ വരുമ്പോൾ തന്നെ മുഴുവൻ സ്ക്രിപ്റ്റില്ലാതെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ നമുക്ക് ഒരു ഗുണമുള്ളത്, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവൈലബിളാണ്, എല്ലാവരും ലൊക്കേഷനിലുണ്ട്. അപ്പം ഏത് സീൻ എപ്പോഴും എടുക്കണമെന്ന് വെച്ചാലും നമുക്ക് ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റ് കൂടെയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 7 സിനിമകളാണെങ്കിലും അതിനകത്ത് വലിയ രീതിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പം ഇത്തരം പ്രഷറുകളൊക്കെ നേരിട്ട് തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. കമലിനും അതുപോലെ തന്നെ എനിക്ക് വേറെ എന്താ വെച്ചാൽ സിനി പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ശ്രീനിവാസനായിട്ട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഒരു പടത്തിലും ഒരു ഫുൾ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയിട്ടില്ല. എല്ലാം ഡയലോഗ്സ് ലൊക്കേഷനിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളത്. അതിലേറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഡിസ്കഷൻ ഏകദേശം കുറേ നാളുണ്ടാവും. ഒരു 5-10 മാസമൊക്കെ ഇരുന്ന് ഞങ്ങൾ കഥ ഉണ്ടാക്കി സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം സ്ക്രീൻ പ്ലേ കറക്റ്റായിരിക്കും. വൺ ലൈൻ എന്ന് പറയുന്നത് വൺ ലൈൻ പക്കായിരിക്കും. ഈ വൺ ലൈൻ വെച്ചിട്ടാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നതും സോങ് കമ്പോസ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും വൺ ലൈൻ വെച്ചിട്ടായിരിക്കും. സ്ക്രിപ്റ്റ് ഒരു സീൻ പോലും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ശ്രീനിയെ സംബന്ധിച്ചോളം ശ്രീനി ആ കാര്യത്തിൽ ഭയങ്കര ഓർമ്മയും കാര്യങ്ങളാണ്. അന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ മറന്നത് പോലും ശ്രീനിയെ ഓർപ്പിക്കാറുണ്ട്. നമ്മൾ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ വരും, ഡയലോഗ്സിലെല്ലാം വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ശ്രീനിയോട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തകർത്ത ഒരു സിനിമയുണ്ട്. കാരണം ചമ്പക്കുളം തച്ചതാണ്. ചമ്പക്കുളം തച്ചിൽ ഇതേപോലെ വൺ ലൈൻ ഉണ്ടായിരുന്നു. ലൊക്കേഷനിലായി സോങ് ഒക്കെ ഇത് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ ആർട്ടിസ്റ്റ് അടക്കം എത്തി. ശ്രീനിവാസൻ വേറൊരു പടത്തിൽ ഷൂട്ടിങ് അഭിനയിക്കുന്ന പുള്ളി ഹീറോയായിട്ട് അഭിനയിക്കുന്ന പടം, അവിടെ ഹെൽഡപ്പായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് പുള്ളി എത്തി. നല്ല പനിയായിട്ട് വരുന്നത്. അത് കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുക, ശ്രീനി നമ്മുടെ പടത്തിൻ്റെ കഥ എന്താണ്? പിറ്റേന്ന് രാവിലെ ഷൂട്ടിങ് തുടങ്ങുന്ന പടമാണ്. അതിൽ മധുസാറ്, കെ.ആർ. വിജയ, രംഭ, അന്ന് രംഭയല്ല അമൃത പേര്, അവരടക്കം വന്നിരിക്കുകയാണ് പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീനിൽ. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ശ്രീനിയുടെ കഥയാണെന്ന് ആലോചിക്കണം. കഥ എന്താണ് എന്നോട് ചോദിച്ചത്. ആ ശ്രീനിവാസൻ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ വൺ ലൈൻ വായിക്കും. വൺ ലൈൻ എൻ്റെ കയ്യിൽ കോപ്പിയുണ്ട്, ശ്രീനിയുടെ പെട്ടിയിൽ ഇരിക്കേണ്ടി പോകും. ഞാൻ
ആ കോപ്പി വെച്ചിട്ട് 1 ലൈൻ ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞ സംഭവങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ആ കാര്യത്തിൽ സംഭവിക്കും. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയെന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം സോങ്ങിൻ്റെ കുറച്ച് ഷോർട്സ് എടുക്കും. സിനിക്കറിയാം, സിനിമ പല പടങ്ങളും അങ്ങനെയായിരിക്കും, സോങ് ആയിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുക. കാരണം ലോഹിയുടെ സ്ക്രിപ്റ്റ് വരണം, ഇല്ലാത്തതുകൊണ്ട് സ്ക്രിപ്റ്റില്ലാത്തതുകൊണ്ട് സോങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസിൻ്റെയും ലോഹിദാസിൻ്റെയും പടങ്ങളുടെ ഷൂട്ടിങ്ങിൽ ഞങ്ങളൊക്കെ ആദ്യം തുടങ്ങുക. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ട്രാക്കിലായെന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒന്നുകിൽ രാവിലെ റൂമിൽ നിന്ന് സീന് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ വന്നാൽ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിന് സീൻ ഉണ്ടാവും ഷൂട്ട് ചെയ്യേണ്ട ദിവസം. അല്ലെങ്കിൽ അന്ന് ലാൽ ജോസും ദിലീപൊക്കെ എൻ്റെ അസിസ്റ്റൻസാണ്. ഇവരയക്കും, ഞാൻ ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സീനും കൊണ്ട് വരും. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ജഗദീഷിനും പറയാനുള്ള ഇതിനോട് ചേർത്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം, അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്. 1 ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വയ്ക്കുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകളുണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാന്ന് ഒരു 5 സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടും. ഇത് ഫസ്റ്റ് ഡേ 97ാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും. അതേ അവസരത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി, ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും, ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല, ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എന്നല്ലേ ഇത് ക്ലൈമാക്സ് എന്താണ് എനിക്ക് അറിയില്ല. അപ്പൊ ലോഹി അങ്ങനെയാണ്, ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല. ലോഹിക്ക് സീൻ നമ്പർ 2 എഴുതി കൊടുത്തിട്ട് പിന്നെ സീൻ നമ്പർ 61 എഴുതി കൊടുക്കാൻ പറ്റില്ല. 2, 3, 4 അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുള്ളായിട്ട് അതിൽ എഴുതുന്നതനുസരിച്ച് 5 കഴിഞ്ഞിട്ട് 6 ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല, വേറെ രീതിയിൽ പോകും. 7 വേറെ രീതിയിൽ പോകും, 8 വേറെ രീതിയിൽ പോകും. ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനില്ല, രണ്ടുപേരും പ്രതിഭകളാണ്. അല്ല, ലോഹിയുടെ ഭാഗത്ത് അങ്ങനെ ചില പെടല് ഞാൻ പെട്ടിട്ടുണ്ട്. അതെ, ഞാൻ ചെങ്കോലിൽ ഷൂട്ട് ചെയ്യുമ്പം അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു 22 കിലോമീറ്റർ ദൂരെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ. അവിടെ ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ലോഹി ഇന്ന് എടുക്കുന്നത് ജോണിയും ലാലും മോഹൻലാലും ജോണിയൊക്കെ ആയിട്ടുള്ള സീനാണ്. അപ്പോൾ തലേദിവസം പറഞ്ഞ് എഴുതി തന്നു. ഞാനും ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ച് റെഡിയായി പോകാൻ നേരത്ത് അടുത്ത മുറിയിൽ നിന്ന് ലോഹി എഴുതിയ സീനും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണുവിൻ്റെ വീട് വരെ പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ സീൻ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ സുരഭി എന്ന് പറയുന്ന കിരിക്കടൻ ജോസിൻ്റെ മകള് 485 രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും, ആ കുട്ടി വന്നൊരു 485 രൂപ തന്നിട്ടെന്ന് പറയും. ഈ 485 രൂപയുടെ കണക്ക് എനിക്കറിയില്ല, കാരണം അതിന് മുമ്പത്തെ സീനൊന്നും എടുത്തിട്ടില്ല. ഞാൻ വേണുവിൻ്റെ വീടിൻ്റെ അടുത്തൊരു ബൂത്ത് ചെയ്ത് ലോഹി എന്താണ് 485 രൂപ. ഞാൻ ലാലിൻ്റെ സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ലാലിൻ്റെ അടുത്ത് വെച്ചാൽ എനിക്ക് ഉത്തരവില്ലല്ലോ. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ STD ബൂത്തിൽ ഈ ലാൽ ഫോൺ ചെയ്തിട്ട് 500 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി ഇല്ലാത്തത് കൊണ്ട് അത് കയ്യിൽ വെച്ചു വന്നത് അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ്. പക്ഷെ അവർക്ക് അഭിമാനം കൊണ്ട് ആ പൈസ കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനത്തെ പെടലുകൾ മൊബൈൽ ഫോണും ഇല്ല ആ കാലത്ത്. പല സിനിമയ്ക്കും ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റില് എല്ലാവരും അറിയുള്ളൂ. അല്ല, അന്നത്തെ സിനിമയുടെ മൊത്തം രീതികൾ അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഒരു മിറാക്കിളായിരുന്നു. ആ പടങ്ങളൊക്കെ വലിയ വലിയ ഹിറ്റായിട്ടുണ്ട്. പലതും 10-20 ദിവസം കൊണ്ടൊക്കെ തീരുന്നല്ലേ. പിന്നെ അതാണ് 20 ദിവസം 25 ദിവസത്തിൽ ഒരു പടം തീരുമല്ലേ. കാതോടുന്നവരൊക്കെ എത്ര ദിവസം ഷൂട്ട് ചെയ്തതാണ്? 40 ദിവസം ഉണ്ടായിരിക്കില്ലേ. 2 ഷെഡ്യൂളൊക്കെ 3 ഷെഡ്യൂൾ. നമ്മൾ 2-3 ഷെഡ്യൂൾ. അത് സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ് അല്ലേ? അത് കുറച്ച് സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനും സ്ക്രിപ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കൊടൈക്കനാലിൽ ഒരു 15 ദിവസത്തെ ഷെഡ്യൂൾ ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ പിന്നെ അതിരമ്പള്ളി ചാലക്കുടി ഷൂട്ട് ചെയ്തത്. ചാലക്കുടിയിൽ ഏകദേശം എത്ര ദിവസം ഉണ്ടായിരുന്നു? 15 ദിവസം ഉണ്ടായിരുന്നു. 15 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാച്ച് വർക്കുകൾ, സോങ്ങിന്റെ കുറച്ച് പാച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.